കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി സർക്കാർ ചിലവിടേണ്ടത് 100 കോടി രൂപ, പ്രതീക്ഷിച്ചത് 80 കോടി വരെ. പ്രിയദർശിനി പദ്ധതിക്ക് സ്ത്രീകളിൽ വൻ സ്വീകാര്യത. കെഎസ്ആർടിസിയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിക്ക് വൻ സ്വീകാര്യം. ജൂൺ 15-ന് നടപ്പാക്കി തുടങ്ങിയ പ്രിയദർശിനി എന്ന പേരിലുള്ള പദ്ധതി സ്ത്രീകൾ പൊതുവിൽ സ്വീകരിച്ചതായാണ് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ 3125 ഓർഡിനറി സർവീസ് ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത്. ഇതിനകം തന്നെ പ്രതീക്ഷിച്ചതിലും ഇരട്ടി വനിതകളും പെൺകുട്ടികളും പദ്ധതി പ്രയോജനപ്പെടുത്തി. ഭൂരിപക്ഷം ഓർഡിനറി ടൗൺ ടു ടൗൺ ബസ്സുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പല പുരുഷന്മാരും ഇതോടെ കെഎസ്ആർടിസി യാത്ര ഉപേക്ഷിച്ചതും പദ്ധതിയുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പതിവായി യാത്ര ചെയ്യുന്ന സ്ത്രീകളെക്കാൾ ഇരട്ടി സ്ത്രീകൾ ബസ്സുകളിൽ കയറി തുടങ്ങിയതാണ് പദ്ധതി വിജയിച്ചതായി കണക്കാക്കാൻ കാരണം. അതേസമയം നിലവിലുണ്ടായിരുന്ന യാത്രക്കാരെ മാത്രം വെച്ച് പരിഗണിച്ചാണ് പ്രതിമാസം 75-80 കോടി എന്ന തുക കണക്കിലാക്കിയിരുന്നത്. എന്നാൽ ഇത് പോരാതെ വരുമെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. രാവിലെയും വൈകിട്ടും കെഎസ്ആർടിസി ഓർഡിനറി ടൗൺ ടു ടൗൺ സർവീസുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സർക്കാർ ജീവനക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും വിദ്യാർത്ഥിനികളും പദ്ധതി നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതോടെയാണ് ബസ്സുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നത്. അതേസമയം സ്ത്രീകളിൽ സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ പദ്ധതി സഹായകമായതായാണ് വിലയിരുത്തൽ. മുൻകാലത്ത് കെഎസ്ആർടിസി ബസ്സുകളിൽ കയറാൻ മടിച്ചിരുന്നവർ ചിരിച്ചുകൊണ്ടാണ് ബസ്സിൽ കയറുന്നതിപ്പോൾ. ശനി, ഞായർ അവധി ദിവസങ്ങളിലും യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള ഓർഡിനറി സർവീസുകളിലും വൻ തിരക്കാണിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇതൊക്കെയാണെങ്കിലും തൊഴിലാളികൾ, കർഷകർ, വീട്ടമ്മമാർ എന്നിവർക്ക് പദ്ധതി കാര്യമായി പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന കാര്യം സംശയകരമാണ്. UTV ന്യൂസ്, പാലക്കാട്.